ഒരു കാലത്ത് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ലാതിരുന്ന ഒരു രാജ്യമാണ് നമീബിയ. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ വർണ്ണവിവേചനം നടപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്കാരുടെ പാസ്പോർട്ടിൽ ഈ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല എന്ന് റബ്ബർ സ്റ്റാമ്പ് ചെയ്തിട്ടാണ് നൽകിയിരുന്നത്. ഈ രാജ്യം പണ്ട് ഭരിച്ചിരുന്നത് ജർമ്മൻകാരായിരുന്നു. വമ്പിച്ച ഒരു വംശഹത്യ അക്കാലത്ത് ഇവിടെയുണ്ടായി. പിന്നീട് ഐക്യരാഷ്ട്രസഭ ഈ പ്രദേശത്തിൻ്റെ ഭരണം സൗത്ത് ആഫ്രിക്കയെ ഏൽപ്പിച്ചു. 33 വർഷം മുമ്പാണ് നമീബിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇപ്പോൾ ഇന്ത്യയെപ്പോലെ സ്ഥിരതയുള്ള ഒരു പാർലമെന്ററി ഡെമോക്രസിയാണ് നമീബിയ. ധാരാളം ഖനന വ്യവസായം ഇവിടെയുണ്ട്. വജ്രങ്ങളും യുറാനിയവും സ്വർണവും വെള്ളിയും കുഴിച്ചെടുക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ഇരട്ടി ആളോഹരി വരുമാനമുള്ള ഒരു രാജ്യമാണ് നമീബിയ. ബാങ്കിംഗ് മേഖലയും വിദ്യാഭ്യാസ മേഖലയും നല്ലപോലെ പുരോഗമിച്ചിട്ടുണ്ട്. ജീവിത ചെലവ് ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് നമീബിയ. കാരണം ഭക്ഷ്യവസ്തുക്കൾ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും വളരെ അകലെയുള്ള ഒരു രാജ്യമാണ് നമീബിയ. എങ്കിലും ഇവിടെ മികച്ച വിമാനത്താവളങ്ങളും റെയിൽവേ സംവിധാനവും ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഒറ്റപ്പെടൽ വികാരം അനുഭവപ്പെടുന്നില്ല. രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 14% ടൂറിസത്തിൽ നിന്നാണ് വരുന്നത്. ഒരു വർഷം 10 ലക്ഷം ടൂറിസ്റ്റുകളെങ്കിലും നമീബിയ കാണാൻ വരുന്നുണ്ട്. ഇക്കോ ടൂറിസം ഇവിടെ വേരുപിടിച്ചിട്ടുണ്ട്. ആനിമൽസിനെ കാണുവാൻ നമീബിയയിൽ വന്നാൽ ടൂറിസ്റ്റുകൾക്ക് സാധിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നമീബിയയുടെ പല ഭാഗത്തും ഫോറസ്റ്റ് ലോഡ്ജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങളെ വേട്ടയാടുവാനുള്ള സൗകര്യവും നമീബിയ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. നമീബിയയിലെ ഏറ്റവും വലിയ നഗരം വിൻഡ് ഹൂക്കാണ്. 4 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. നമീബിയയിൽ എല്ലാവരും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നു. റേഡിയോ പരിപാടികളും ടെലിവിഷൻ പരിപാടികളും ഇംഗ്ലീഷിലാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ആഫ്രിക്കൻസ് എന്നറിയപ്പെടുന്ന ഡച്ച് ഭാഷയുടെ വേരിയന്റിനാണ് പ്രചാരം കൂടുതൽ. അതിനു പുറമെ ഓഷി വാംബു ഭാഷയും ഓജി ഹിറോറോ ഭാഷയും ഇവിടെ സംസാരിക്കുന്നുണ്ട്. മികച്ച റെസ്റ്റോറൻറ്റുകളും നമീബിയയുടെ തലസ്ഥാനമായ വിൻഡ് ഹൂക്ക് നഗരത്തെ അലങ്കരിക്കുന്നു. ജോസ് ബിയർ ഹൗസ് ഈ നഗരത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റാണ്. 100 കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിലും എപ്പോഴും ഇവിടെ ഒരു പൂരത്തിൻ്റെ തിരക്കാണ്. ബസ് ലോഡ് കണക്കിന് ടൂറിസ്റ്റുകൾ ഈ റെസ്റ്റോറൻറ്റിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പ്രശാന്ത സുന്ദരമായി ഡിന്നർ കഴിക്കാൻ പറ്റിയ സ്ഥലമല്ല ജോസ് ബിയർ ഹൗസ്. ഒരു റെയിൽവേ സ്റ്റേഷൻ കഫറ്റേറിയ പോലെയാണ് ഈ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന എക്സ്പീരിയൻസ്. അതുപോലെ ഓൾഡ് കോണ്ടിനെൻ്റൽ കഫേ മികച്ച ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നൽകുന്നു. ലബനീസ് സ്റ്റൈൽ വിഭവങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് മസാല കൂടുതലുള്ള കറികളാണ് ഇവിടെ ഉണ്ടാവുക. ഓരോ ദിവസവും ഓരോ സൂപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ മികച്ച ഇന്ത്യൻ ഭക്ഷണം കൊടുക്കുന്നു. എങ്കിലും പ്ലാസ്റ്റിക് ചെയറുകളും പാർക്കിംഗ് സ്പേസിനോട് ചേർന്ന ഇരിപ്പിടങ്ങളും ഈ റെസ്റ്റോറൻറ്റിന് ഒരു ലോ ക്ലാസ് ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പാരഡൈസ് ഗാർഡൻ ബാക്ക് പാക്കേഴ്സ് എന്ന ഹോസ്റ്റൽ ചിലവ് ചുരുങ്ങിയ അക്കോമഡേഷൻ കൊടുക്കുന്നു. ഒരു ജർമ്മൻകാരനാണ് ഈ ഹോസ്റ്റൽ നടത്തുന്നത്. ട്രാവൽ ഇൻഫർമേഷൻ ഡെസ്കും സ്വിമ്മിംഗ് പൂളും ഇവിടെയുണ്ട്. ഒരു ദിവസം 2000 രൂപ നിരക്കിൽ ഡോർമിറ്ററി ബെഡുകൾ ലഭിക്കുന്നു. അതുപോലെ ബാക്ക് പാക്കേഴ്സ് യുണൈറ്റ് സ്വിമ്മിംഗ് പൂളും അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു ഹോസ്റ്റലാണ്. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നൽകുന്നുണ്ട്. ടെന്റ് കെട്ടി താമസിക്കാൻ ഒരു രാത്രിക്ക് 800 രൂപ ചാർജ് ചെയ്യുന്നു. പ്രൈവറ്റ് റൂമുകൾ ഇവിടെ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള മുറികൾ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് മാസവാടകയിൽ കൊടുത്തിരിക്കുകയാണ്.